ഹലോ! എല്ലാർക്കും സുഖാണല്ലോ? അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു കുഞ്ഞു ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വിശേട്ടന്റെ ചേച്ചിയുടെ മോളുടെ മോളായ നൈവിക കുട്ടിയുടെ 1ാം പിറന്നാളാണ്. മോളേനെ ഞാൻ മുമ്പ് ഒരു ലോങ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോവാനുള്ള ഒരുക്കത്തിലാണ്. ദേവുട്ടനെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. വിശേട്ടനും കണ്ണനൊക്കെ റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഇവിടെ ഫാഷൻ പരേഡ് നടത്തുന്നത് വേറൊന്നുമല്ല. ഈ ചുരിദാറിലേക്ക് ഏത് ഷാളാ മാച്ച് എന്നൊരു അഭിപ്രായം ഞാൻ കണ്ണനോട് വിശേട്ടനോട് ചോദിക്കുകയാണ്. എനിക്ക് എങ്ങടേലൊക്കെ പോകുമ്പോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഏതായാലും ഇനി വിശാട്ടിന്റെ ഏട്ടനും ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പോവാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അവര് വരുമ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ ഹസ്ബൻഡിന്റെ ഫാമിലിയെ എന്റെ സബ്സ്ക്രൈബേഴ്സിനും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാലോ എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോ ഏട്ടനും ഫാമിലിയൊക്കെ എത്തി. ദേവുട്ടൻ വേഗം വല്യച്ഛന്റെ മടിയിൽ കയറി ഇരിപ്പായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാൻ പോകുന്ന സ്ഥലം മലപ്പുറം ജില്ലയിൽ തന്നെ തെന്നല എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോവാൻ പോണത്. അപ്പൊ ഞങ്ങൾ അവിടെ എത്തി ഈ കാണുന്നതാണ് വീട്. വീടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. അമ്മയും മോളും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല മാച്ചായിരുന്നു രണ്ടുപേരും. കുട്ടിയൊക്കെ കുട്ടിയൊക്കെ ഇവിടെ നോക്ക് കുട്ടിയൊക്കെ മോള് ദേവുട്ടനെ കണ്ടപ്പോ നന്നായിട്ടൊന്ന് ചിരിച്ചു. അവരിവിടെ വീട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് ദേവുട്ടനെ കണ്ടിട്ടുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഡ്രസ്സ് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള ഒരു മൂഡിലൊന്നും ആയിരുന്നില്ല ആള്. കാരണം ഉറക്കൊക്കെ വന്നിട്ട് ചെറുതായിട്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശ്വേട്ടന്റെ ചെറിയ ചേച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചെറിയ ചേച്ചി. ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ മാറാക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ അടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ വീട്. അതുപോലെ ഇവിടുത്തെ ഏടത്തിയമ്മയുടെ വീടൊക്കെ ആ ഭാഗത്താണ്, കോട്ടയ്ക്കൽ ഭാഗത്ത്. ഒരു ദിവസം മാറാക്കരയിൽ പോകുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ നല്ല ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ. പിന്നെ ഈ നീല സാരി ഉടുത്തിരിക്കുന്നതാണ് വിശ്വേട്ടന്റെ വലിയ ചേച്ചി, നീതുവിന്റെ അമ്മ. നീല ചുരിദാർ ഇട്ടിരിക്കുന്നതാണ് നീതുവിന്റെ ഹസ്ബൻഡിന്റെ അമ്മ. എല്ലാവരും മൊത്തത്തിൽ ഒരു നീല കളറാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ ഇവിടെ ഇവിടെയൊക്കെ ഓരോ തിരക്കുകളിൽ പെട്ടിട്ട് ഓടി നടക്കുന്നുണ്ടായിരുന്നു. നീതും നിഖിലും കൂടെ ചേർന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. നൈവിക മോളേനെ ഒന്ന് പൊട്ടൊക്കെ തൊടിച്ചൊന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യണത് കണ്ടാലോ? അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ദാ അവിടെ ചേച്ചി എടുത്തിയും ഗംഭീര കേക്ക് കഴിക്കൽ പരിപാടിയിലാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ഫുഡ് കഴിക്കൽ ചടങ്ങാണല്ലോ. അങ്ങനെ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് കാളൻ വന്നു, ഓലൻ വന്നു, അവിയല് വന്നു എന്ന് പറഞ്ഞ പോലെ സദ്യയൊക്കെ നല്ല സൂപ്പർ സദ്യ ആയിരുന്നു. പാലട പ്രഥമനൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നൈവിക മോള് ഉറക്കം വന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മോൾക്ക് ആദ്യം ഫുഡ് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇത്തിരി നേരമൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരോടും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ അടുത്തത് ആരുടെയാണ് പിറന്നാൾ സദ്യ ഉണ്ണാനുള്ള അവസരം എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും ഒന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ.